ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കേട്ടതൊക്കെ സത്യമാണോ? റോൾസ് റോയ്സിനെ കുറിച്ചുള്ള ചില വമ്പൻ തെറ്റിദ്ധാരണകൾ. കാർ പ്രേമികളെ സംബന്ധിച്ച് റോൾസ് റോയ്സ് എന്നും ഒരു കൗതുകമാണ്. അത്യാഡംബര ചക്രവർത്തിയായ റോൾസ് റോയ്സിനെ കുറിച്ച് പല കാര്യങ്ങളും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ കേട്ടതൊക്കെ സത്യമാണോ? പരിശോധിക്കാം. ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകില്ല. റോൾസ് റോയ്സ് കാറുകൾ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകില്ലെന്ന് നാം പരക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് തെറ്റാണ്. വിശ്വസ്തതയുടെ കാര്യത്തിൽ റോൾസ് റോയ്സ് കാറുകളെ സംശയിക്കേണ്ടതില്ലെങ്കിലും ബ്രേക്ക് ഡൗൺ ആകില്ലെന്ന വാദം അസംബന്ധമാണ്. റോൾസ് റോയ്സ് കാറുകൾ ബ്രേക്ക് ഡൗൺ ആയ സംഭവങ്ങൾ രാജ്യാന്തര തലത്തിൽ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രശസ്ത റിയാലിറ്റി ടെലിവിഷൻ നടി കിം കർദാഷിയാന്റെ റോൾസ് റോയ്സ് ഗോസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുൻപ് വഴിയരികെ ബ്രേക്ക് ഡൗൺ ആയത്. അങ്ങനെ എല്ലാവർക്കും റോൾസ് റോയ്സ് കിട്ടില്ല. ഉപഭോക്താവിന്റെ പൂർണ്ണ ചരിത്രം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാകും കാറിനെ നൽകണോ വേണ്ടായോ എന്നതിൽ റോൾസ് റോയ്സ് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതും തെറ്റാണ്. റോൾസ് റോയ്സ് വാങ്ങാൻ പണമുണ്ടെങ്കിൽ കമ്പനി സന്തോഷപൂർവ്വം കാറിനെ നിങ്ങൾക്ക് നൽകും. അതേസമയം മുമ്പ് മല്ലിക ഷെറാവത്തിന് കാർ നൽകാൻ റോൾസ് റോയ്സ് തയ്യാറായില്ല എന്ന പ്രചാരണം ശക്തമാണ്. എന്നാൽ കാർ നിഷേധിച്ച സംഭവത്തിന് യാതൊരു തെളിവുമില്ല. കൂടാതെ പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരുന്നു. റോൾസ് റോയ്സ് എന്നാൽ അടിമുടി ബ്രിട്ടൻ. ഒരു പരിധിവരെ ഈ ധാരണ ശരിയാണ്. കമ്പനിയുടെ ഇംഗ്ലണ്ട് ഫാക്ടറിയിൽ നിന്നുമാണ് കാറുകളെ റോൾസ് റോയ്സ് അണിനിരത്തുന്നത്. എന്നാൽ റോൾസ് റോയ്സിന്റെ ജനനം ജർമ്മനിയിൽ നിന്നുമാണ്. ജർമ്മൻ ഫാക്ടറിയിൽ നിന്നുമാണ് കാറിനുള്ള അലൂമിനിയം ബോഡി പാനലുകൾ ഒരുങ്ങുന്നത്. റോൾസ് റോയ്സിലുള്ള AC-ക്ക് 30 ഫ്രിഡ്ജുകളുടെ കരുത്താണ്. ഇത് കേവലം മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. റോൾസ് റോയ്സ് AC-യുടെ മികവ് കാര്യക്ഷമമാണെന്നതിൽ സംശയമില്ല. എന്നാൽ 30 ഫ്രിഡ്ജുകളോടുള്ള താരതമ്യം വസ്തുതാവിരുദ്ധമാണ്. ശുദ്ധമായ വെള്ളിയിൽ തീർത്തതാണ് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി. റോൾസ് റോയ്സിന്റെ മുഖമുദ്ര സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ശുദ്ധമായ വെള്ളിയിൽ ഒരുങ്ങിയതാണെന്ന് മുമ്പ് കാർ പ്രേമികൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കമ്പനി തന്നെ ഇതിൽ വ്യക്തത വരുത്തി. സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ഒരുങ്ങുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതേസമയം കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയെ ഉപഭോക്താക്കൾക്ക് നേടാൻ സാധിക്കുമെന്ന് മാത്രം. ക്ലോക്കിന്റെ ശബ്ദം മാത്രമാകും റോൾസ് റോയ്സിൽ കേൾക്കാൻ സാധിക്കുക. കുറഞ്ഞ വേഗതയിൽ ഈ പ്രസ്താവന ശരിയാണ്. എന്നാൽ ഉയർന്ന വേഗതയിൽ ഒരൽപ്പം ശബ്ദം ഉള്ളിലേക്ക് കടക്കും. ശബ്ദത്തിന്റെ കാര്യത്തിൽ മറ്റ് ആഡംബര കാറുകളെ അപേക്ഷിച്ച് റോൾസ് റോയ്സ് ബഹുദൂരം മുന്നിലാണ്. എന്നാൽ കേവലം ക്ലോക്കിന്റെ ശബ്ദം മാത്രമാണ് റോൾസ് റോയ്സിൽ കേൾക്കാൻ സാധിക്കുക എന്നത് തെറ്റായ ധാരണയാണ്. കാറുകളെ റോൾസ് റോയ്സ് തിരിച്ചു വിളിക്കില്ല. മികവുറ്റ കാറുകളെ അണിനിരത്തുന്ന റോൾസ് റോയ്സിന് മോഡലുകളെ തിരികെ വിളിക്കേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ലെന്ന് വാദവും ശക്തമാണ്. എന്നാൽ 2015 ഗോസ്റ്റ് മോഡലുകളെ റോൾസ് റോയ്സ് തിരികെ വിളിച്ചിരുന്നു. റോൾസ് റോയ്സിനെ ടാക്സിയായി ഉപയോഗിക്കില്ല. റോൾസ് റോയ്സുകൾക്ക് ടാക്സി പരിവേഷം ലഭിച്ചിട്ടില്ല എന്ന വീരവാദവും തെറ്റാണ്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ടാക്സിയായി റോൾസ് റോയ്സ് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ആഡംബര കാറുകളെ മാത്രമാണ് റോൾസ് റോയ്സ് നിർമ്മിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ റാലി കാറുകളിൽ നിന്നുമാണ് റോൾസ് റോയ്സിന്റെ തുടക്കം. മികവാർന്ന എഞ്ചിനൊപ്പമുള്ള കാറുകളെ അണിനിരത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി തുടക്കകാലത്ത് ഒട്ടനവധി റേസുകളിലും റോൾസ് റോയ്സ് പങ്കെടുത്ത് വിജയിച്ചിരുന്നു.